ഹലോ ഫ്ലൈവിലേഴ്സ്, മോഡൽ വൈക്ക് ശേഷം ടെസ്ലയുടെ പുതിയ മോഡൽ വന്നേക്കുന്നത് മോഡൽ വൈ എൽ ആണിത്. അതായത് വൈ മോഡലിലെ ലോങ്ങർ വീൽ ബേസ് ആണ്. നമുക്ക് ഈ മോഡൽ വന്നേക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഒന്നും നല്ലതാണെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷേ ഇവിടെ തൊട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ശരിക്കും റൂഫ് ലൈൻ കുറച്ചുകൂടി മേളിലേക്ക് ആയിട്ടുണ്ട്. ആ റൂഫ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. വീൽ ബേസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എത്രയാണെന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കത് കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൂടാണ്ട് ഇപ്പോൾ പുതിയ 19 ഇഞ്ച് എയറോ വീൽ കവേഴ്സാണ് വന്നേക്കുന്നത്. അതുകൂടാണ്ട് വീലിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്ന വ്യത്യാസം നമുക്ക് സൂക്ഷിച്ച് നോക്കണം. വീണ്ടും ഈ ഒരു തേർഡ് ക്വാർട്ടർ പാനൽ ഗ്ലാസ് ഉണ്ടല്ലോ, അത് സൈസ് കൂടിയിട്ടുണ്ട്. ബാക്കിലത്തെ ഇവിടെയൊക്കെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ലീൻ ആയിരുന്നത് ഇവിടേക്ക് ഇത്രയും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് ബാക്കിൽ ഒരു ഡക്ക് ലിപ്പ് സ്പോയിലർ പോലെ വന്നിരുന്നത് ഇപ്പോൾ ഒരു പ്രോപ്പർ റെയർ സ്പോയിലർ ഒരു പീസ് ഇങ്ങനെ ആഡ് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടത്തെയും കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഹെഡ് ലൈറ്റ്സിലോ ടെയിൽ ലൈറ്റ്സിലോ ഒരു വ്യത്യാസം തന്നെയില്ല. നമുക്ക് സൂക്ഷിച്ച് കാണാൻ പറ്റും. ഇവിടെ ഈ ഉള്ളിൽ വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ടെസ്ലയുടെ ഈ ഒരു മോഡൽ വരെ ഇഷ്ടപ്പെട്ട സംഭവം. പിന്നെ ആകപ്പാട് വ്യത്യാസം നിൽക്കുന്നത് ഈ ഒരു എഴുത്താണ്. മോഡൽ വൈ 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 എന്ന് കാണാൻ പറ്റും. ബേസിക്കലി മോഡൽ വൈ എല്ലാണിത്. ദാറ്റ് ഈസ് ദി ഓൺലി പ്രോമിനൻറ്റ് ചേഞ്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പിന്നെ നമുക്ക് ടെസ്ലേസിൽ മാത്രം കാണപ്പെടുന്ന ഒരു 360 ഡിഗ്രി ക്യാമറയുടെ അലൈൻമെൻറ്റ് ഉണ്ട്. ഒരു ക്യാമറ എവിടെയാണ്, അത് നമുക്ക് റെയർ വ്യൂവറിൻ്റെ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒക്കെ ഒരു ക്യാമറ വന്നേക്കുന്നു. ദിസ് ഇസ് ഓൾ വെരി ടെസ്ല തിങ്സ്. എനിക്ക് ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഈ ടെസ്ല സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ഞാൻ വീണ്ടും കൊണ്ട് എടുത്തു പറയുന്നില്ല. ഫ്രെയിംലെസ് ഡോർസ് കാണാൻ പറ്റും. അകത്ത് കയറി കഴിഞ്ഞാൽ ഡോറ് തുറക്കാനുള്ളത് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ദാറ്റ്സ് ഓൾ വെരി ഡിഫറെൻറ്റ്. പിന്നെ അതുകൂടാണ്ട് സ്റ്റിയറിംഗ് തന്നെ ചെറുതാണ്. കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല. ഇവിടെ ഒരു വലിയൊരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ടെസ്ലയുടെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യം ഞാൻ എന്തെങ്കിലും ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും പിന്നെ പാനൽ ഗ്യാപ്സ് കാര്യങ്ങൾ അതൊക്കെ റെക്ടിഫൈ ആയിട്ടുണ്ട്. ഒരു ഫുള്ളൊരു ചുറ്റും ഓടുന്നൊരു ആംബിയൻ ലൈറ്റ് സിസ്റ്റം കാണാൻ പറ്റും. മേളിലൊരു വലിയ സൺറൂഫ് ഉണ്ട്. പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല. അത് മൂൺ റൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരെ നിൽക്കുന്നു, ഒരു ചെറിയ പീസ് വന്നിരിക്കുന്നു. ഇറ്റ്സ് ഓൾ വെരി മിനിമൽ ഓർ വെരി കുറച്ചുകൂടി എലിഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. പ്രാക്ടിക്കലി ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോസിലും റിവ്യൂസിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ലുക്സ് ദ പാർട്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ്സിൽ വന്നേക്കുന്നത് ഇപ്പോൾ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. അതുകൂടാണ്ട് നമുക്കിവിടെ ഫുൾ കൺട്രോൾസ് കാണാൻ പറ്റും. തൈ സപ്പോർട്ട് വരെ നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. ഹീറ്റഡ് ആൻഡ് കൂൾഡ് ആൻഡ് ഫുള്ളി റിക്ലൈനബിളും ആണ്. നടുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി സിമിലർ. ഈ നടുക്കത്തെ സീറ്റിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. നേരത്തെ മോഡൽ വായിക്കകത്തുണ്ടായിരുന്ന ഒരു ബെൻ സീറ്റായിരുന്നു. ഇപ്പോൾ 2 ക്യാപ്റ്റൻ സീറ്റ്സ് കാണാൻ പറ്റും. ഈ ക്യാപ്റ്റൻ സീറ്റ്സും ഫ്രണ്ടിലത്തെ സീറ്റ്സ് പോലെ തന്നെയാണ്. നമുക്ക് ഹെഡ് റെസ്റ്റും തൈസും കൺട്രോൾ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ 125 ഡിഗ്രീസ് നമുക്ക് റിക്ലൈൻ ഉണ്ട്. വെന്റിലേറ്റഡ് ആണ്, ഹീറ്റഡ് ആണ്. കൂടാണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് സാധനം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആംറസ്റ്റാണ്. ഇവിടെ ഒരു ഈ ബട്ടൺ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഈ ആംറസ്റ്റ് ഇപ്പോൾ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. ഇത് ബേസിക്കലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് നടക്കുമ്പോൾ പിടിക്കുമ്പോഴൊക്കെ ഈ ആംറസ്റ്റ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ പവേർഡ് ആക്കിയിരിക്കുന്നു. ഇലക്ട്രിക് വെഹിക്കിളാണ്, ഇങ്ങനത്തെ എല്ലാം പവേർഡ് ആക്കി കഴിഞ്ഞാൽ ശരിക്കും റേഞ്ച് കുറയുന്നതാണ്. പക്ഷേ ഇതിന് 681 കിലോമീറ്റേഴ്സിന് റേഞ്ച് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോണ വർക്ക് വെൽ. പിന്നെ ഇവിടെ ഒരു ബാക്കിലൊരു സ്ക്രീൻ കാണാൻ പറ്റും. നമ്മുടെ എ സിയുടെ കൺട്രോൾസ്, പിന്നെ ആകെ മൊത്തമുള്ള വെന്റിലേഷൻ കൺട്രോൾസ് അതൊക്കെ ഇവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് എ സിയുടെ വെൻറ്റ് വന്നേക്കുന്നത്. 2 ടൈപ്പ് സി പോർട്സ് കാണാൻ പറ്റും. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നേക്കുന്നു. വളരെ നീറ്റായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഈ മെറ്റീരിയൽസിൻ്റെ യൂസൊക്കെ ഡിഫറെൻറ്റ് ഫാബ്രിക്സ് ആണ്. ഇവിടെ ഫാബ്രിക് വന്നേക്കുന്നു. ഇവിടെ ഒരു ഡയറക്റ്റ് റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഒരു ചെറിയ ബാക്കിലൊരു സ്റ്റോറേജ് സ്പേസ് വന്നേക്കുന്നു. വലിയൊരു മൂൺ റൂഫാണ് ബാക്ക് വരെ എക്സ്റ്റെൻഡ് ആവുന്നത്. ഈ ലൈറ്റ്സൊക്കെ കണ്ടില്ലേ, വളരെ ചെറുതാണ്. ഈ നമുക്ക് ടച്ച് സെൻസിറ്റീവായിട്ട് ലൈറ്റ്സ് വന്നേക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഹുക്ക് വന്ന് എല്ലാം വളരെ മിനിമൽ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ നീറ്റായിട്ടുണ്ട്. പ്രാക്ടിക്കൽ യൂസേജിൽ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ കാണാനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലത്തെ സീറ്റാണ് ഒരു ആഡഡ് ഡിഫറൻസ് വന്നേക്കുന്നത്. ഇവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. കുട്ടികൾക്കാണ് മെയിൻലി ഇരിക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ അഡൽസിനും ഇരിക്കാം, പക്ഷേ നോട്ട് ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഇപ്പോൾ 2 USB-C പോർട്സ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റ്സ് നമുക്ക് വെന്റിലേറ്റഡും കൂൾഡും ഒന്നുമല്ല. പക്ഷേ ബാക്ക് സീറ്റ്സിൽ നമുക്ക് എയർ വെൻറ്റ്സ് വന്നിട്ടുണ്ട്. 3 റോയിന് ഇപ്പോൾ എയർ വെൻറ്റ് വന്നേക്കുന്നു. ആൻഡ് ബാക്ക് സീറ്റ് നമുക്ക് വേണമെങ്കിൽ 110 ഡിഗ്രി വരെ റിക്ലൈനും ചെയ്യാൻ പറ്റും. സോ എല്ലാ സീറ്റും നമുക്ക് റിക്ലൈൻ ചെയ്യാം. പിന്നെ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റോ സീറ്റ് നമുക്ക് ഫുള്ളി 1 ടച്ച് ഫോൾഡുള്ളതാണ്. ഏറ്റവും ബാക്കിൽ നമുക്ക് ഒറ്റ ടച്ചിന് 2 സ്വിച്ചസ് കാണാൻ പറ്റും. ഒറ്റ ടച്ചിന് 4 സീറ്റ് ഫോൾഡ് ചെയ്യാം. അങ്ങനെ 2539 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. പക്ഷേ അത് മാത്രം എത്രയെന്ന് ഒരു പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും കംഫർട്ടബിൾ ആണ്.
ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഇതിൽ ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാറ്ററി കപ്പാസിറ്റി ഐ ഫീൽ ഇറ്റ് ഇസ് ദ സെയിം 84 kWh ബാറ്ററി. നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ വൈൻ്റെ ലോങ് റേഞ്ച് വേർഷൻ ഒരു അപ്ഡേറ്റ് ചെയ്ത ബാറ്ററി ആണ് 84 kW. അതിന് പക്ഷേ അവർ പറഞ്ഞ 661 km ഓഫ് റേഞ്ചാണ്. പക്ഷേ ഇതിന് 681 km ഓഫ് റേഞ്ച് ആയിട്ടുണ്ട്. അത് ബെറ്റർ ബാറ്ററി മാനേജ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റി ഒന്നും കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്നേക്കുന്നൊരു മാറ്റം വേറെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 മോട്ടോർ ഡ്വൽ മോട്ടോർ സെറ്റപ്പ്, അതായത് എഫക്റ്റീവ്ലി ഇതൊരു 4-wheel drive വെഹിക്കിളാണ്. ആൻഡ് this produces an acceleration of 0 to 100 in 5 seconds. It's very quick. അതുകൊണ്ട് 201 kilometers of top speed ആണ് വന്നിരിക്കുന്നത്. പ്രൈസാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൈസ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 62 lakhs-ലാണ്. ആൻഡ് ദർ ആർ എ കപ്പിൾ ഓഫ് വേരിയൻസ്. നമുക്ക് മോഡൽ കൂടുമ്പോൾ എന്തായാലും ഒരു ഐ ഫീൽ ഇറ്റ്സ് ഗോൺ ടു ബി അറൗണ്ട് 80, ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് ഒരു 80 lakhs-ൻ്റെ പ്രൈസ് ഉണ്ടാവും. ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഈ പുതിയ മോഡൽ YL-ൻ്റെ മാറ്റങ്ങൾ. മോഡൽ വൈൻ്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്നു കുറച്ച് ഉണ്ടായിരുന്ന കുറവുകളൊക്കെയാണ് മാറ്റിയേക്കുന്നത്. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ഈ ഒരു വാഹനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്ര മാത്രം വിറ്റ് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആകെ മൊത്തം 250 വെഹിക്കിൾസാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഇയറിൽ സെൽ ഓഫ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡെലിവറീസ് ഒക്കെ വളരെ സ്ലോ ആണ്. ഒരു സൂപ്പർ ചാർജസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു പറയുന്നു. ഇവിടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഫ് ഓൾ ഗോസ് വെൽ നമുക്ക് ഇനി കുറേ ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് സ്റ്റേഷൻസ് തന്നെയാണ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ആൾക്ക് നടക്കട്ടെ. ആൻഡ് ഈ മോഡലിലാണ് വേറെയും കുറേ ടെസ്ല മോഡൽസ് ഒക്കെ എന്തെങ്കിലും വരട്ടെ. നമുക്ക് എന്തായാലും ഈ ഒരു ടെസ്ലയുടെ ഈക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ടെസ്ലയുടെ ഒരു വിജയം തന്നെ, ഒരു ഈക്കോ സിസ്റ്റം. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇതായിരുന്നു മോഡൽ YL. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായാലും കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ വരാനുള്ളത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കോൺവേഴ്സിൽ അറിയിക്കും. ഞാൻ എന്താ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനി മറ്റൊരു വെഹിക്കിളായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ചെയ്തു.